ജോയിന്റ് കൗൺസിൽ നേതാവ് പ്രജിത്തിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയനാട് ജില്ലാ കളക്ടറേറ്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ജീവനക്കാരി രംഗത്ത്. ലൈംഗിക ചുവയോട് സംസാരിച്ചതിന് നൽകിയ പരാതി പിൻവലിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ജീവനക്കാരി 24-നോട്. ആഭ്യന്തര പരാതി സമിതിക്ക്, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തെങ്കിലും നീതി കിട്ടിയില്ല. വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ലെന്ന് ജീവനക്കാരി. പ്രജിത്ത് എന്ന് പറയുന്ന ആള് മോശമായിട്ട് പെരുമാറിയതിനെ തുടർന്ന് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇന്റേണൽ കമ്മിറ്റിയിൽ പറഞ്ഞത്. അത്രയ്ക്ക് മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉപദ്രവിക്കാനും ഇങ്ങനത്തെ വൃത്തികെട്ട വർത്തമാനങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ സഹിക്കാൻ പറ്റാണ്ട് ഇന്റേണൽ കമ്മിറ്റി പരാതി കൊടുത്തത്. ഇവരുടെ സംഘടനേൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, സുജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. PAO പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, പരാതി പിൻവലിക്കണം, പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ വിളിക്കുകയാണ് ചെയ്തത്. പ്രജിത്ത്, സുജിത്ത് ഇവരാണ് ഈ സംഘടനേൻ്റെ ഇത് വെച്ചാൽ ഇവർക്ക് സംഘടനേൻ്റെ ഹോൾഡ് ഉള്ളത് കൊണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവർക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ PAOയ്ക്കും അതിൻ്റെ ധൈര്യമാണ്. ഇവർക്ക് സംഘടനേൻ്റെ ബലം ഉള്ളത് കൊണ്ട് PAOയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ധൈര്യം PAOയ്ക്കുണ്ട്. എന്ത് ചെയ്താലും പുള്ളിക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് മോളിൽ നിന്ന് ഇടപെട്ടിട്ടെന്ന് വെച്ചാൽ മിനിസ്ട്രി ലെവലിൽ കളിച്ചിട്ട് എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിക്കും. സുർജിത്ത് അയ്യപ്പ വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരുപാട് പരാതികൾ കേൾക്കുന്നല്ലോ, അപ്പോൾ എന്താണ് കാര്യം? അത്യന്തം ഗൗരവതരമായ രീതിയിലുള്ള പരാതിയാണ് ഈ ജീവനക്കാരി ഉന്നയിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഒരു ആത്മഹത്യാ ശ്രമം വയനാട് കളക്ടറേറ്റിനകത്തുള്ള പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ സംഭവിക്കുന്നത്. കൈചരമ്പ് മുറിച്ചാണ് യുവതി ശുചിമുറിയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. തുടർന്ന് സഹപ്രവർത്തകരാണ് നേരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. കൈനാട്ടി ആശുപത്രിയിലായിരുന്നു ഇവർ ചികിത്സയിലുണ്ടായിരുന്നത്. ഇവരെ ഡിസ്ചാർജ് ചെയ്തു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൽ ജോയിന്റ് കൗൺസിൽ നേതാവ് പ്രജിത്തിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഈ പ്രജിത്ത് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ അതിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിക്കാനുള്ള ഒരു സമ്മർദ്ദം വന്നു എന്നുള്ളതും ഇവർ പറയുന്നുണ്ട്. ഈ സംസാരം, അതായത് മോശം സംസാരം ആവർത്തിച്ച ഘട്ടത്തിലാണ് വീണ്ടും പരാതി നൽകാൻ താൻ സന്നദ്ധയായത്. പരാതി പിൻവലിച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാകുമെന്ന് പറഞ്ഞ് ഈ സംഘടനയുടെ മറ്റൊരു ജോയിന്റ് കൗൺസിലിൻ്റെ നേതാക്കളാണ് ഇവരെല്ലാം, മറ്റൊരു നേതാവായിട്ടുള്ള സുജിത്ത് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യവും ഈ യുവതി പറയുന്നുണ്ട്. ഇതിൽ ICCക്ക് കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകി, പക്ഷേ ഒരു തരത്തിലുള്ള നീതിയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സംഘടനാ തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെ നടപടിയെടുക്കുമെന്നുൾപ്പെടെയുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസിനും വനിതാ കമ്മീഷനും താൻ പരാതി നൽകിയത്. ഈ അന്വേഷണ ഘട്ടത്തിൽ പ്രജിത്തിനെ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ്. എന്നിട്ട് പോലും ഒരു അനുഭാവപൂർവമായ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നലെ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിലാണ് അത് വളരെ മോശമായ രീതിയിൽ തന്നെക്കുറിച്ച് അതിനകത്ത് പ്രജിത്ത് സംസാരിച്ചു. ഇതിൽ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടായി. ഇതാണ് ഇത്തരത്തിൽ കൃത്യത്തിലേക്ക് എത്താനുള്ള ഒരു കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മേലുദ്യോഗസ്ഥരാരും തന്നെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുൾപ്പെടെയുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട സ്വാധീനമാണ് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുചെന്നെത്തിച്ചത്. സസ്പെൻഡ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള നീക്കം, ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. പ്രത്യേകിച്ച് ഇന്നലെ ഈ NGO യൂണിയൻ അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് മാർച്ച് അടക്കം നടക്കുന്ന തരത്തിൽ